ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മലയാളി പെന്തക്കോസ് കൂട്ടായ്മയായ മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സിൻ്റെ സ്നേഹവന്ദനം, കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു പീഡിയേക്കൽ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം കഴിഞ്ഞൊരാഴ്ചക്കാലമായി ദുബൈയുടെ പ്രദേശത്തായിരുന്നു. നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചതനുസരിച്ച് അല്പനിമിഷങ്ങൾ നമ്മോടൊപ്പം ചെലവഴിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിന് പ്രകാരം ഇന്ന് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ കൂട്ടായ്മയിൽ നമ്മളോടൊപ്പമുള്ള സജീവ സാന്നിധ്യമാണ്. വിർച്വൽ ലോകത്തെ ഒരു അത്ഭുത പ്രതിഭാസമായ മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സ് എന്ന കൂട്ടായ്മയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മളെല്ലാവരും അംഗങ്ങളായിരിക്കുന്നു. നമ്മളിൽ പലരും പരസ്പരം കണ്ടിട്ടില്ല എങ്കിലും നമുക്കധികമായ പരിചയം വാക്കുകളിലൂടെയും ചർച്ചകളിലൂടെയും ഉണ്ട്. ഇന്ന് നമുക്കൊരുമിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാം. ദേവദാസൻ ഷിബു പീഡിയേക്കൽ ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സഹോദരി ബിബി ചാണ്ടി, സഹോദരൻ ബിജു ബേബി മണക്കാല, സഹോദരൻ ലാലു വർഗീസ്, സഹോദരൻ ബിന്നി പി ജോൺ. ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ കാലിക പ്രസക്തിയുള്ള ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുവാൻ കൊണ്ടും ആഗ്രഹിക്കുന്നു. ചില ചോദ്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കർത്താദാസൻ തൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ ചർച്ചയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം നമുക്കേവർക്കും സുപരിചിതനും പ്രാസംഗികനും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരിക്കുന്ന പാസ്റ്റർ ഷിബു പീഡിയേക്കൽ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്ന് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്ന് പാസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടു. 100 വർഷത്തിലധികമായി പെന്തക്കോസ് സഭ നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായിട്ട് ആ പെന്തക്കോസ് വളർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനം ഉടലെടുത്തിട്ട് 100-ൽ അധികം കൊല്ലങ്ങളായി. അത് ആരംഭിച്ച അധികം വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കേരളത്തിലും എത്തി. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെന്തക്കോസ് പ്രസ്ഥാനം വളർന്നോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. നമ്മൾ എത്രമാത്രമാണ് പ്രതീക്ഷിച്ച്. നമ്മൾ ഈ സഭ വലുതാകണം എന്ന് ചിന്തിക്കുമ്പം യേശു കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 13-ൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അതിൽ ദൈവരാജ്യം ഒരു കടുകുമണിയുടെ സദൃശ്യമാണെന്നും അത് നിലത്ത് വീണ് കിളിർത്ത് അത് വലിയൊരു വൃക്ഷമായി തീർന്നിട്ട് ആകാശത്തിലെ പറവുകൾ അതിൽ വന്ന് ചേക്കേറുകയും അതിനടിയിൽ കാട്ടുമൃഗങ്ങളെല്ലാം വരും, അങ്ങനെ വലിയ വൃക്ഷമാകും എന്ന് പറയുന്നുണ്ട്. ഇതാണ് പലപ്പോഴും നമ്മൾ ഈ സഭാ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് കാണുന്നത്. ഒരു വലിയ സഭ എല്ലാവരെയും അങ്ങ് ആകർഷിക്കത്തക്ക വിധത്തിൽ വളരും. പക്ഷേ സത്യത്തിൽ യേശു അത് നെഗറ്റീവായിട്ടാണ് ആ ഉപമ പറഞ്ഞത്. അത് പോസിറ്റീവ് അല്ല. കടുക് ഒരു ചെറിയ സസ്യമാണ്. അപ്പോൾ ചെറിയ സസ്യമായിരിക്കേണ്ട ആ കടുകിൻ്റെ സസ്യം മരമായി തീരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്രമം കെട്ട വളർച്ചയാണ്. ക്രമം കെട്ട വളർച്ചകളെല്ലാം ക്യാൻസറാണ്. അപ്പം സഭ അങ്ങനെ വലുതാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അത്രയും സഭ വലുതാകത്തില്ല. കാരണം അത് ഒരു സീക്വൻസ് ആയിട്ടാണ് മത്തായി സുവിശേഷം 13-ൽ യേശു ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ പറയുന്നത്. അതിനകത്ത് ഈ ആകാശത്തിലെ പറവകളെ പറ്റി പറയുന്നത് സാത്താൻ്റെ ഏജൻറ്റുമാരായിട്ടാണ്. കാരണം 1ാമത്തെ ഉപമയിൽ വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ പറവജാതി വന്ന് ആ വിത്തെല്ലാം കൊത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അതേ പറവയാണ് ഈ 2ാമത്തെ ഉപമ വരുമ്പം ഈ മരക്കൊമ്പ വന്നിരിക്കുന്നത്. അപ്പം സകല വേശ്യകളുടെയും ദുർഭൂതങ്ങളുടെയും പാർപ്പിടമെന്ന് ബൈബിൾ പറയുന്ന മഹാവൃക്ഷമാണ്. അപ്പോൾ ശരിയായ ട്രൂ ചർച്ച ആകുമ്പോൾ അങ്ങനെ വലുതാകണമെന്നില്ല. അത് ചെറിയ ചെറിയ കൂട്ടങ്ങളായിരിക്കും. ചെറിയ ആട്ടിൻകൂട്ടങ്ങളായിട്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന വിധത്തിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പത്യോപദേശത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിലും ആ വിശുദ്ധീകരണത്തിലുമുള്ള ചെറിയ കൂട്ടങ്ങൾ. ആ ഒരർത്ഥത്തിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ കേരളത്തിലെ പെന്തക്കോസ് പ്രസ്ഥാനം വളരെ നല്ലൊരു വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഉതകത്തക്ക രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് വളർച്ചയിൽ കുറവെന്നുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. പാസ്റ്റർ, വളരെ സന്തോഷമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പലതവണ പാസ്റ്ററെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ MBFTയിലൂടെ പാസ്റ്റർ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ ഞാൻ വളരെയധികം മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ പാസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം,
താങ്കൾ ഓർത്തഡോക്സ് സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ദൈവദാസനാണ്. 22 വർഷത്തിൽ പരമായെന്ന് കേൾപ്പാൻ കഴിഞ്ഞു. നമ്മുടെ സഭകൾക്ക് സമുദായ സഭകളോടുള്ള മനോഭാവം എന്താണ്? അതിനെ എങ്ങനെയാണ് ദൈവദാസൻ നോക്കിക്കാണുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? അത് നമ്മൾ ഈ സമുദായ സഭകളോടുള്ള മനോഭാവം എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്കുണ്ട്. ഒന്ന്, അതിൻ്റെ ഉപദേശങ്ങളും ആചാരങ്ങളും അതിനോടുള്ള ഒരു മനോഭാവം, പിന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങളോടുള്ള മനോഭാവം. ഇവിടെ നമുക്ക് ഒത്തിരി പരാജയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം പലപ്പോഴും നമ്മൾ അവരുടെ ഉപദേശങ്ങളെയോ ആചാരങ്ങളെയോ നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും പറ്റാതിരിക്കുമ്പം ആ ഒരു വൈകാരികമായി തന്നെ ആളുകളോടും ഇടപെട്ടിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അതിൻ്റെ കാരണം ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം ഉടലെടുത്ത സമയത്ത് സമുദായ സഭകളിലുള്ളവർ ഈ വിശ്വാസികളോട് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആദിമകാലത്ത് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നവർ ഒരുപാട് നിന്ദയും അപമാനവും കഷ്ടതയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമുദായ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിവാഹം, അങ്ങനെയുള്ള അടിയന്തരങ്ങളിൽ വിളിക്കാതിരിക്കുക, മരിച്ചാൽ അറിയിക്കാതിരിക്കുക, ഇവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ അവർ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവമക്കളെന്ന നിലയ്ക്കും ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നവരെന്ന നിലയ്ക്കും നമ്മൾ തിരിച്ചെടുത്ത നിലപാടുകളിൽ പലപ്പോഴും കാർക്കശ്യം ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റാണ്. നമുക്ക് അതിലെ അംഗങ്ങളോട് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെടേണ്ടതാണ്. അതേസമയം തന്നെ നമ്മൾ സ്നേഹത്തിൽ അതിലെ ഉപദേശ പശുക്കളെ പറ്റി സംസാരിക്കാനും കഴിയണം. പക്ഷേ ഇന്ന് അത് വളരെ മാറ്റം വന്നു. ഇന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ പെന്തക്കോസ്തുകാർക്ക് പണ്ടുണ്ടായിരുന്ന സമൂഹ ഭ്രഷ്ടമൊക്കെ മാറി. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ആവശ്യങ്ങളിലും വിവാഹങ്ങൾ പോലെയുള്ള സാമൂഹിക ആവശ്യങ്ങളിലൊക്കെ സമുദായ സഭകളിൽപ്പെട്ടവരും മറ്റ് ജാതികളൊക്കെ വളരെ സന്തോഷത്തോടെ സഹകരിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പം പൊതുവേ ഒരു സാമൂഹിക അംഗീകാരം പെന്തക്കോസ്തുകാർക്കുണ്ട്. ടൈം ഹീൽസ് എന്ന് പറയുന്ന പോലെ അത് ഇപ്പം ആ മുറിവുകളെല്ലാം ഉണങ്ങി ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം നിലവിലില്ല. ഇപ്പം സത്യത്തിൽ പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പര സ്വീകരണത്തിൻ്റെ ഇപ്പം ഇലക്ഷൻ സമയത്താണെങ്കിലും മിക്ക മണ്ഡലങ്ങളിലൊരു ഗണ്യമായ ഒരു വോട്ട് പങ്കൊക്കെ പെന്തക്കോസ്തുകാർക്കുള്ളതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പോലും ഒരു അംഗീകാരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതി വന്നു കഴിയുമ്പോൾ ഇപ്പം അത് പ്രശ്നമില്ല. പിന്നെ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ആ പഴയ കാര്യങ്ങളോ ഓർമ്മകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും അങ്ങനെയുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ചെല്ലുമ്പോഴാണ് അത് കാണുന്നത്. കാരണം ഞാനിങ്ങനെ പോകുമ്പോൾ പട്ടണങ്ങളിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ അങ്ങനെ ഈ പെന്തക്കോസ്തിൽ അങ്ങനെയുള്ള ആ ഒരു ഇത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെ കാണുന്നില്ല. വളരെ അവർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. സോഷ്യൽ മീഡിയകളിൽ പാസ്റ്ററിന് ചില വീഡിയോകൾ കാണാനിടയായിട്ടുണ്ട്. അതിൽ പാസ്റ്റർ കൃപയുടെ സുവിശേഷം, യാഥാർത്ഥ്യം, യഥാർത്ഥത്തിൽ എന്താണ് ഈ കൃപയുടെ സുവിശേഷം എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പേര് എങ്ങനെയാണ് നിലവിൽ വന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പെന്തക്കോസ്തുകാരുടെ സുവിശേഷവും കൃപയുടെ സുവിശേഷം തന്നെയല്ലേ? അത് ഞാനും കുറച്ച് നാൾ മുമ്പ് അത് ശ്രദ്ധിച്ചേ. ഈ കുറേ ചെറുപ്പക്കാർ ഞങ്ങൾ കൃപയുടെ സുവിശേഷക്കാരാണ് എന്ന് പറഞ്ഞ് ഒരു പ്രചരണം നടത്തുകയും അതിനെ തുടർന്ന് മറ്റാളുകൾ അതിനെ എതിർക്കുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇറക്കിയത്. സത്യത്തിൽ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം കൃപയുടേതാണ്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് നിമിത്തം നമുക്ക് സൗജന്യമായി രക്ഷ കിട്ടി. അപ്പോൾ അതാണ് ഗോസ്പൽ. അപ്പോൾ അതൊരു സദ്വർത്തമാനാണ്, സുവിശേഷമാണ്. അതാണല്ലോ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണം എല്ലാം അനുസരിച്ച് രക്ഷപ്പെടുക എന്നുള്ള ഇറ്റ് വാസ് എ ബാഡ് ന്യൂസ്. പക്ഷേ അത് ഗുഡ് ന്യൂസ് ആയത് ആ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തെ യേശു എടുത്തു മാറ്റുകയും നമുക്ക് സൗജന്യമായി രക്ഷ തരികയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ യേശു പാപയാഗമായി തീർന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം അബ്രഹാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12 അബ്രഹാം യാഗപീഠം പണിയുന്നത് കാണാം. പിന്നെ അബ്രഹാം സഞ്ചരിക്കുമ്പോഴെല്ലാം അവൻ്റെ കൂടാരത്തോടൊന്നിച്ച് ആ യാഗപീഠമുണ്ട്. പക്ഷെ പിന്നീട് അവന് ബഹുസമ്പന്നനായി മാറുമ്പോൾ അവൻ ആ യാഗപീഠം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ യാഗപീഠം വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു പോയി ആ യാഗപീഠം പണിത് വീണ്ടും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എബ്രായ ലേഖനത്തിൽ വരുമ്പം അവന് അബ്രഹാം ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത്. എന്നാൽ ഈ കൂടാരങ്ങളിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ഈ അവൻ്റെ വേര് ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. അവൻ ദൈവശില്പിയായ അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ലൈഫിനെ നോക്കുമ്പം 3 സിറ്റികൾ അവൻ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അവൻ പോകുന്ന ഊര്. 2, ലോത്ത് തിരഞ്ഞെടുത്ത സോദോം. 3, അവൻ നോക്കിക്കൊണ്ടിരുന്ന സ്വർഗീയ എരിശലേം. അപ്പോൾ ഇതാണ് നമ്മൾ വിട്ടുപോകുന്ന ഒരു ഊരും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സോദോമും ഉണ്ട്. പക്ഷേ അതെല്ലാം അവൻ സ്കിപ്പ് ചെയ്തിട്ട്
അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരുന്ന സ്വർഗീയ എരിശിലേം. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ നമുക്കൊരു യാഗപീഠം വേണം. അബ്രഹാമിനൊരു യാഗപീഠം ഉണ്ടായിരുന്നു. ആ യാഗപീഠം പാപയാഗമല്ല, അത് ഈ ദഹനയാഗമാണ്, ദഹനബലിയാണ്. അത് അവനെ തന്നെ സമർപ്പിക്കുന്നതാണ്. അബ്രഹാം തനിക്കുള്ളതൊക്കെ സമർപ്പിച്ചു, തൻ്റെ ഏകജാതനെ സമർപ്പിച്ചു. അതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 12 വരുമ്പം ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ എന്ന് പറഞ്ഞാൽ സോതോമിൽ പോകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം എന്താണെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പോൾ ഇതാണ് ഒരു ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പോൾ യഥാർത്ഥ ക്രിസ്തീയത എന്ന് വരുമ്പം യാഗവും ബലിയും ഇല്ലാത്ത ഒരു ക്രിസ്തീയതയല്ല. അതൊരിക്കലും യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലി ഈ ബലിയുടെ ആവശ്യത്തെ ഇല്ലാതെ ആക്കുന്നില്ല. അപ്പം കൃപയുടെ സുവിശേഷകരെന്ന് പറയുമ്പോൾ പ്രസംഗിക്കുമ്പം ഇതിനെ കൂടെ എടുത്തു മാറ്റുകയാണ്. അപ്പം നമ്മുടെ അനുദിന സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ദൈവവചന നിമിത്തവും പരിശുദ്ധാത്മാവ് നിമിത്തവും ഉണ്ടാകേണ്ട വിശുദ്ധീകരണവും ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മാറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. അവർ പ്രസംഗിക്കുന്നത് 100% ശരിയാണ്, അതേസമയം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആ അനുദിന സമർപ്പണവും നമ്മൾ ദൈവവചന നിമിത്തവും പരിശുദ്ധാത്മാവ് നിമിത്തവും വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ നിമിത്തം എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണം നമ്മളിൽ നടക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവെന്ന നദി നമ്മളിലൂടെ ഒഴുകി ദിവസം തോറും നമ്മൾ നവീകരിക്കപ്പെടണം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം പൂർത്തീകരണ പ്രവൃത്തിയാണ്, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാമായി എന്ന് പറഞ്ഞാൽ അതൊരു സാത്താൻ്റെ വഞ്ചനയാണ്. അതുകൊണ്ട് ആ കൃപയുടെ സുവിശേഷത്തെ അല്ല ഞാൻ എതിർക്കുന്നത്. കൃപയുടെ സുവിശേഷം എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന സാത്താൻ്റെ സുവിശേഷത്തെയാണ് ഞാൻ എതിർക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. പാസ്റ്റർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കൃപയുടെ സുവിശേഷത്തിൽ അതിൽ പൂർണ്ണതയുണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, അതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കാതലായ വിഷയങ്ങൾ അവർ മറച്ചു പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തു പറയുന്നതുകൊണ്ടാണ് അതൊരു വിവാദത്തിലേക്ക് വരുവാനിടയായത്. അവർ കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുകയും തികച്ചും പെന്തിക്കോസ് സഭകളെ അവഹേളിക്കുന്ന തരങ്ങളിലുള്ള വാക്കുകൾ അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പെന്തിക്കോസ്തുകാരല്ല, ഞങ്ങൾ ആ വിശ്വാസക്കാരല്ല. ഒരു പ്രത്യേക നിലവാരത്തിൽ അവർ നിലനിൽക്കുന്നു. അന്തരമായിട്ട് വികലമായ ചില പഠിപ്പിക്കലുകൾ ആണ് അവരെ വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത്. അത് യാഥാർത്ഥ്യം തന്നെയല്ലേ പാസ്റ്ററെ? അത് തികച്ചും യാഥാർത്ഥ്യമാണ്. അവർ പെന്തക്കോസ്തുകാരല്ലെന്ന് ഇപ്പോൾ ആർക്കും പെന്തക്കോസ്തുകാരല്ലെന്ന് പറയാൻ പറ്റും. അവരവരുടേതായ ഒരു ഉപദേശത്തെ മാർക്കറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ കേരളത്തിൽ അതൊരു പുതുമയായതുകൊണ്ട്, ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതൊരു പുതുമയല്ല. കാരണം കൾട്ടുകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. ഇപ്പം അമേരിക്കയിലോ മറ്റ് അതുപോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലോ പ്രചാരത്തിലുള്ള കൾട്ടുകൾ ഒന്നും തന്നെ കേരളത്തിൽ ഇല്ല. 100 കണക്കിന് തരത്തിലുള്ള കൾട്ടുകളുണ്ട്. അപ്പോൾ അവിടുത്തെ സഭകൾ അതിനെ ആ രീതിയിൽ നോക്കി കാണുന്നുള്ളൂ. നമുക്കിവിടെ ഒരു ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടാണ് ഇത് നമ്മുടെ സഭയെ പിടിച്ച് ഉലച്ചത്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ മുളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം യാക്കോബായ സഭക്കാർ അവരുടെ പാട്ടിനകത്ത് പാടുന്നുണ്ട്, പലതരം ഉപദേശങ്ങളൊക്കെ പാരിൽ മുളച്ച് പരക്കുന്നു, ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ധന്യനായിത്തീരും. ഞാൻ ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ ആ ഉപദേശത്തെ മുറുകെ പിടിക്കും. അത് വെളിപ്പാട് പുസ്തകത്തിലാണ് പറയുന്നത്, ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിക്കുക. അപ്പം നമുക്ക് ഒരിക്കലായി വിശുദ്ധന്മാർക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന അതിപരിശുദ്ധ വിശ്വാസമാണ്. ആ വിശ്വാസം അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചതും നമ്മൾക്ക് പുതിയ നിമിത്തം എഴുതപ്പെട്ട് വന്നിരിക്കുന്നതായ ഒരു വിശ്വാസമാണ്. അതിനകത്ത് തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത് ലൈംഗിക അശുദ്ധിയെക്കുറിച്ചുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഫസ്റ്റ് കൃപയുടെ സുവിശേഷം എന്ന വിഷയം ഇവിടെ വന്നതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ തക്കണം ആഗ്രഹിച്ചത്. കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി ഈ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. നമുക്കറിയാം, പെന്തക്കോസ്തരായവരും ഞങ്ങൾ പെന്തക്കോസ്തരല്ല എന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ തമ്മിലുള്ള വളരെയധികം ആഴമായ ചർച്ചകൾ കാണുവാൻ കൊണ്ടും സാധിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ശ്രദ്ധിച്ച 1-2 വിഷയങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കൽ. എന്നാൽ ഞാനതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോൾ
എനിക്കതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ ആഴമായ ഒരു ജ്ഞാനം അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും മിണ്ടാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ഭാഗങ്ങളൊക്കെ വളരെയധികം വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങളെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എനിക്കും അതിനെക്കുറിച്ച് ജ്ഞാനം വളരെ എങ്കിലും ഞാൻ പഠിക്കുവാൻ തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നാമത് കാരണം കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മറുഭാഗം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഇതാണ്. കാരണം ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, അത് ദൈവത്തിൻ്റെ വർക്കല്ലേ എന്നൊരു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കണ്ടു. അതുപോലെ തന്നെ ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കാരണം പൊതുവായി ഞാൻ മനസ്സിലാക്കിയ പെന്തക്കോസ്തിൽ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിനരകം ഉണ്ടെന്നുള്ളതാണ് ഇന്ന് വരെയുള്ള. എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളിലേക്കുള്ള ആഴമായ ഒരു ഗ്രാഹി ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കി തെറ്റ് ചെയ്യുന്നവന് അഗ്നിനരകമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥമായ തിരുവചനം എന്ന് പറയുന്നത് ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പല കർത്താസന്മാരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരായ ചിലർ നിത്യലജ്ജയ്ക്കും ചിലർ നിത്യനിന്ദയ്ക്കുമായി ഉണരും. അതുകൊണ്ട് കർത്താവായ പിതാവ് തൻ്റെ ന്യായവിധി ദിവസത്തിൽ നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയുകയില്ല, നമ്മുടെ പ്രതിഫലം കുറയും എന്നുള്ള ഒരു പഠിപ്പിക്കലാണ് ഞാൻ ഈ കൃപയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. എനിക്കിതിനെക്കുറിച്ച് അധികമായ അറിവില്ലാത്തതുകൊണ്ട് എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നരകമില്ലെന്നുള്ളൊരു ചിന്ത പൊതുവെ പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. നരകം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കാൽവരി ക്രൂശാണ്. കാരണം നരകമില്ലായിരുന്നു എങ്കിൽ പുത്രനെ പിതാവ് ആ ക്രൂശിൽ കൈവിടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഏറ്റവും വലിയ നരകം ആ ക്രൂശിൽ നമ്മൾ കാണുന്നത്. അപ്പം ആ നരകത്തിലൂടെ യേശു കടന്നുപോയി. അപ്പം നരകം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നിലവിളിക്കുമ്പോൾ അല്ലെങ്കിൽ സോറി പറയുമ്പോൾ നമ്മളെ നരകത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യും എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഏകജാതനായ ആ സ്വന്തം പുത്രൻ കാൽവരി ക്രൂശിൽ നിലവിളിക്കുമ്പോൾ പിതാവ് ആ ശിക്ഷാവിധി ഒഴിവാക്കി കൊടുക്കുന്നില്ല, മനുഷ്യരാശിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് അത് ഒഴിവാക്കി കൊടുത്തില്ല. അപ്പം ആ കാർക്കശ്യത നരകത്തിൻ്റെ സമയത്തും ദൈവം കാണിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ചൂഷണം ചെയ്ത് നരകത്തെ സ്കിപ്പ് ചെയ്യാമെന്ന് ആരും ധരിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിൻ്റെ നടുക്ക് ഈ ക്രൂശിനെ വെച്ചിരിക്കുന്നത്. ന്യായവിധി നാളിൽ പിതാവ് പുത്രൻ ന്യായവിധി ഏറ്റെടുത്തപ്പോൾ എങ്ങനെ കർക്കശക്കാരനായിരുന്നോ അതേ അളവിൽ അന്ത്യനാളിലും കർക്കശക്കാരനായിരിക്കും എന്നുള്ളതും കൂടെ ഈ ക്രൂശിൻ്റെ സന്ദേശം. ആ ക്രൂശിൻ്റെ സന്ദേശം ലവിൻ്റെ സന്ദേശം മാത്രമല്ല, ജസ്റ്റിസ്, ആ ദൈവത്തിൻ്റെ ആ നീതി, റൈറ്റിയസ്നെസ്, അതിൻ്റെയും കൂടെ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള ഇളവൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. യേശുക്രിസ്തുവിൽ ഇല്ലാത്തവർ എല്ലാം നരകത്തിൽ തള്ളപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എല്ലാവർക്കും ഉള്ള ഓഹരി തീയും കത്തും കത്തുന്ന പൊയ്കയല്ലത്ര. പിന്നെ ഈ ശ്രവണസുഖത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പം നരകമില്ലെന്നും ഒക്കെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ. ബൈബിളിൻ്റെ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ നോക്കിയാൽ നരകം ഉണ്ടെന്നും നരകത്തിൽ പോകുന്ന ആളുകളുണ്ടെന്നും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്, അല്ലാതെ തീപ്പൊയ്ക തള്ളപ്പെടുന്നു തന്നെയാണ് ബൈബിൾ നൽകുന്ന സന്ദേശം. ബൈബിളിനോട് വിശ്വസ്തത പുലർത്തി നമ്മൾ പറയുകയാണെങ്കിൽ നരകമുണ്ട്. ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു സിദ്ധാന്തം ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട് പ്രസംഗങ്ങളിലൊക്കെ. പക്ഷേ അതിനുള്ള എതിരായി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇനി ഒരു വർക്കും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കണം. കാരണം നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസം അനുസരിച്ച് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ദേഹിയുടെ വീണ്ടെടുപ്പുണ്ട്, ദേഹത്തിൻ്റെ വീണ്ടെടുപ്പുണ്ട്. അത് ഈ ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒന്നാം മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നിവർത്തനായി എന്നെഴുതി വിശ്രമിച്ചു. പക്ഷേ എന്നിട്ട് ആദമിന് വേണ്ടിയുള്ള ഏദൻ തോട്ടം എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ദൈവം ആദമിനോട് പറയുന്നത് ആദമിനെ ദൈവം എന്തിനാണ് തോട്ടത്തിലാക്കിയേ? തോട്ടം സൂക്ഷിപ്പാനും അതിൽ വേല ചെയ്യുവാനും ആദമിനെ ആക്കി. അതെന്തോ വേല? അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പിന്നെ ആദമിനൊരു വേല അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെയാണ് നമുക്ക് വേണ്ടി ദൈവരാജ്യം എന്ന ഏദൻ തോട്ടം യേശുക്രിസ്തു ക്രൂശിൽ സ്ഥാപിച്ചു കഴിഞ്ഞാലും നമുക്ക് വേലയുണ്ട്. വി ഹാവ് ടു ഡൂ സംതിങ്. അല്ലാതെ നമ്മൾ ചുമ്മാ കിടന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ അലക്ഷ്യമായിരിക്കാനോ അല്ല. ആദിമ പർദീസായിൽ ആദമിനെ ആക്കിയതുപോലെയാണ് നമ്മൾ ഓരോരുത്തരെയും യേശു ഏദൻ തോട്ടം ഈ ദൈവരാജ്യമാകുന്ന നവ ഏദനിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേല ചെയ്യാനുണ്ട് അതിനകത്ത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഭയെ പ്രതി ക്രിസ്തുവിന് ഉണ്ടായിരുന്ന പീഡാനുഭവങ്ങളിൽ കുറവുള്ളതൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പം നമുക്ക് വേലയുണ്ട്, വേലയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പെന്തിക്കോസ്ത് സഭകളിൽ സാധാരണയായിട്ട് ക്രിസ്തുവിൽ നാം ആരായിരിക്കുന്നു എന്നും ക്രിസ്തുവിലുള്ള നമ്മുടെ അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ പൊതുജനത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായ ഒരു ഉത്തരം അവർക്ക് തരുവാൻ സാധിക്കുന്നില്ല. എന്നാൽ കൃപയുടെ സുവിശേഷകർ വന്നു കഴിഞ്ഞപ്പോൾ, കൃപയുടെ സുവിശേഷം നമ്മൾ ഈ പറയുന്ന ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൽ നാം ആരായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം
ജനത്തിന് പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു പാസ്റ്റർ? അത് ഈ പെന്തക്കോസ്ത് സഭകളിലെ ദൈവദാസന്മാർ ദൈവവചനത്തിൻ്റെ പഠനം അതൊക്കെ വളരെ കുറവുള്ളവരും, പിന്നെ ആ കാലഘട്ടങ്ങളിൽ അത് വളരെ പരിമിതമായ ഒരറിവിലാണ് അവർ ശുശ്രൂഷിച്ചത്. അവർ കൂടുതലും ദൈവത്തിനെ ആശ്രയിക്കുകയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പിന്നെ പരിശുദ്ധാത്മ നിയോഗത്തിലും പ്രവചന ശുശ്രൂഷ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭ വളർന്നു വന്നത്. വചനത്തിൻ്റെ ഒരു ആഴമായ ബോധ്യങ്ങളൊന്നുമില്ല. പിന്നെ ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നു, അതോറിറ്റി ആൻഡ് നമ്മൾക്കുള്ള ആ അവകാശങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും കൃപയുടെ സുവിശേഷകരല്ല സത്യത്തിൽ പഠിപ്പിച്ചത്. അതവർ ഇതിനെക്കുറിച്ച് നമുക്ക് ലോക ക്രൈസ്തവ ലോകത്ത് തന്നെ ആധികാരികമായിട്ട് പഠിപ്പിച്ച ഏറ്റവും ആധികാരികമായ ടീച്ചിങ് ഞാൻ കണക്കാക്കുന്നത് കെന്നത്ത് ഹാഗിൻ്റെയാണ്. കെന്നത്ത് ഹാൻ, അതോറിറ്റി ഓഫ് എ ബിലീവർ. അദ്ദേഹം ഒരിക്കലും ഈ കൃപയുടെ സുവിശേഷം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തൊരു സുവിശേഷം ഇത്. പാസ്റ്റർ ഫേസ്ബുക്കിൽ കമൻ്റ് എഴുതുന്നതും ഇപ്പോൾ പറയുന്നതൊക്കെ തമ്മിൽ വളരെയേറെ വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നു. അതൊന്നും അങ്ങനെ അത് നമ്മൾ ഈ ചർച്ചകളിൽ വരുമ്പോൾ അത് കൂടുതലായിട്ടുള്ള കമൻറ്റുകൾ ജനറേറ്റ് ചെയ്യാനും പല ആംഗിളിലുള്ള അഭിപ്രായങ്ങളുണ്ടാകാനും അതിൽ നിന്ന് പൊതുവെ ഒരു ആളുകൾക്കൊരു ബോധ്യം കിട്ടാനും പല ആംഗിളിൽ എഴുതുന്നത്. അതൊരിക്കലും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച വരുമ്പോൾ നമ്മൾ എഴുതുന്നൊരു കമൻറ്റ് കൂടുതൽ കമൻറ്റ് ജനറേറ്റ് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ വ്യക്തിപരമായ വിശ്വാസം അഭിപ്രായം ആയിരിക്കില്ല ചിലപ്പോൾ ഒരു ചർച്ചയിൽ വരുമ്പോൾ എഴുതുന്നത്. അത് നമ്മളൊരു പൊസിഷനിൽ എഴുതുന്ന ഡിസ്കഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷേ ഈ നമ്മുടെ MPFT ഇതുപോലെ പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ, സ്നാനം, കർത്തൃമേശ, അന്യഭാഷ, ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള പല ആൾക്കാർക്കും വൈരുദ്ധ്യമായ അഭിപ്രായങ്ങളാണ്. ഇതെന്താണ് ഇങ്ങനെ വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ? നമുക്കൊരു എഴുതപ്പെട്ടൊരു വ്യാഖ്യാനം ആവശ്യമുണ്ടോ? ഇത് സ്നാനം കർത്തൃമേശയ്ക്ക് ആവശ്യമുണ്ടോ? അന്യഭാഷയാണോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? ഇതെല്ലാമായിട്ടുള്ളൊരു വൈരുദ്ധ്യമായ അഭിപ്രായങ്ങൾ വരുന്നു. അത് നമുക്കൊരു ആവശ്യമാണ്. കാരണം ഈ സഭയുടെ ആദ്യകാലങ്ങൾ എന്ന പോലെ നമുക്ക് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു ശൈശവദശയാണ്. ഒരു വലിയ സഭയെ സംബന്ധിച്ച് 100 വർഷം എന്ന് പറയുമ്പം വലിയ കാലയളവൊന്നുമല്ല. ഇപ്പോൾ അതിൻ്റെ ആവശ്യകത നമ്മൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കന്യാകുമാരിയിലുള്ള ഒരു കാതലിക് അച്ഛനോട് നമ്മളൊരു ഉപദേശ വിഷയത്തെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന അതേ ഉത്തരമായിരിക്കും കാശ്മീരിൽ ചെന്നൊരു കാത്തലിക് അച്ഛനോട് ചോദിച്ചാൽ. പക്ഷേ ഈ തിരുവല്ലയിലുള്ള 3 പാസ്റ്റർമാരോട് നമ്മൾ ഒരു വിഷയത്തെപ്പറ്റി ചോദിച്ചാൽ അവർ 4 അഭിപ്രായമായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഏകീകൃത സ്വഭാവം ഇല്ല. അതുകൊണ്ട് കാരണം കാലാകാലങ്ങളിൽ സഭകൾക്ക് സിനഡുകൾ ഉണ്ടാകുകയും ഉപദേശങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നമ്മളൊരു ചിതറിപ്പാർക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ബാലാരിഷ്ടതകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ യുവതലമുറ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ വലിയ താമസമില്ലാതെ നമുക്കൊരു ഏകീകൃത സ്വഭാവമുള്ള ഒരു ഉപദേശം ഒക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ കാലങ്ങളിലൊക്കെ MPFTയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ബാല്യകാലഘട്ടത്തിൽ ശരിക്കും ചർച്ചകളിലൊക്കെ സജീവമായി പങ്കെടുത്തൊരു വ്യക്തിത്വമാണ് അങ്ങ്. അന്നൊക്കെ ഞാനൊന്നും സജീവമായിട്ട് ഈ രംഗത്തില്ല. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് പുറകോട്ട് മാറുകയും പിന്നെ കുറേ കാലം ഇതിലൊന്നും ബന്ധപ്പെടാതിരിക്കുകയും വീണ്ടും സജീവമായിട്ട് കടന്നു വരികയൊക്കെ ചെയ്ത് കാണുവാനിടയായി. അംഗങ്ങളിൽ നിന്നുള്ള മോശമായ പെരുമാറ്റമാണോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കർത്തദാസൻ എന്നുള്ള നിലയിൽ അങ്ങേ ബഹുമാനം നൽകാതെ വളരെയധികം മോശമായ നിലകളിൽ സംസാരിക്കുന്നതും, എന്നാൽ ഒരു മറുപടി പറഞ്ഞിട്ട് അതേപോലെ തന്നെ അതേ നാണയത്തിൽ മറുപടി കൊടുത്തിട്ട് അങ്ങ് പിന്മാറി പോകുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങ് നൽകുന്ന മറുപടിയെ മാത്രം പറഞ്ഞ് ശക്തമായി അങ്ങ് വിമർശിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ചോദ്യത്തിന് മറുപടിയാണെന്നുള്ള നിലകളിൽ അത് കാണാതെ ഒരു കർത്തദാസൻ എന്നും മിണ്ടാതെ ഇരുന്നോണം എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്ന ചില രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എങ്കിലും അങ്ങ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ അങ്ങേക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിക്കങ്ങനെ വേദന ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഈ കൂടുതലും നിങ്ങൾ നോക്കിയാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പൊതുവായിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന പാസ്റ്റർമാർ വിരളമെന്നല്ല, ആരും തന്നെ നിങ്ങൾക്ക് ആരുടെ ഏതെങ്കിലും പേര് പറയാൻ പറ്റുമോ? അങ്ങനെ ആരും അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവരാരും പ്രത്യക്ഷപ്പെടുന്നില്ല. അവരാരും ഒരു അഭിപ്രായം പുറത്തു പറയുന്നില്ല. കാരണം എല്ലാവർക്കും നല്ല പിള്ളകളായിരിക്കാൻ ആരെയും പിണക്കാതെ പോകാമെന്നുള്ളു. അപ്പോൾ ആരെയും പിണക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. ചില ആളുകൾ എതിർക്കുന്നു, ഞാനതിനെ ഗണ്യമാക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു പേരുണ്ടാക്കുക, അങ്ങനെ വ്യാജമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ല, പലപ്പോഴും സ്ക്രീൻഷോട്ടുകളൊക്കെ അങ്ങേക്കെതിരെ ഇട്ട്
വളരെയധികം മോശമായ നിലകളിൽ അതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആരുടെയും ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും പലപ്പോഴും അതൊരു കർത്തദാസ് എന്നുള്ള നിലയിൽ അങ്ങയുടെ മിനിസ്ട്രിക്ക് തടസ്സമുണ്ടാക്കിയിട്ടുണ്ടോ? അത് പിന്നെ ചർച്ചകളിൽ പലപ്പോഴും ചിലപ്പോൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയ ചില ആളുകൾ, അത് മറ്റ് സഭകളിലുള്ളവരും നമ്മുടെ പെന്തക്കോസ്തിലുള്ളവരുമായ ആളുകളുണ്ട്, ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവർ പലപ്പോഴും വ്യാജ ഐഡിയകളുണ്ടാക്കി എനിക്കെതിരെ ആക്രമിച്ചിട്ടുണ്ട്, വ്യാജമായി സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതി ചില കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ ഒരുപാട് വ്യാജ ഐഡിയ എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് ഫേസ്ബുക്കിൽ പരാതിപ്പെട്ട് 2 ഐഡി അവർ ബ്ലോക്ക് ചെയ്തു. ഇപ്പോഴും 2 ഐഡി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രചരണങ്ങളുമുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ എന്തെങ്കിലും പറഞ്ഞു ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി ആ ഒരു അഭിപ്രായത്തെ കൊണ്ട് വേറൊരിടത്ത് കൊണ്ട് വെക്കുമ്പം തികച്ചും തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പോൾ ഒരു ചർച്ച ഉണ്ടായി, നമ്മൾ ആ ചർച്ച ക്ലോസ് ആയി കഴിഞ്ഞ് ആ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ഒരു വിശ്വാസികൾക്ക് ചേർന്ന കാര്യമല്ല. ഞാനൊരിക്കലും അതൊന്നും ഗവനിക്കുന്നില്ല. ഇപ്പോൾ ഒരു ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതൊരു ഒപ്പീനിയനായിട്ട് മാത്രം നമ്മൾ കണക്കാക്കുന്നത്. ആ വ്യക്തിയോട് ഒരിക്കലും ഒരു പിണക്കമോ പകയോ നമ്മൾ വെക്കുന്നില്ല. എനിക്കങ്ങനെ ആരോടും പിണക്കമില്ല. പക്ഷേ അത് അവരുടെ ആ ആത്മീക പക്വതക്കുറവോ പരിജ്ഞാനക്കുറവോ ഒക്കെ ആയിരിക്കും. അല്ലാതെ ഞാനിന്ന് ആരെയും എൻ്റെ മനസ്സിലൊരു പകയോടെ കാണുന്നേ ഇല്ല. ഇതെല്ലാം ഒരു ചെറിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഇതിൽ പങ്കെടുത്ത് തന്നെ നമ്മുടെ ചെറുപ്പക്കാർ കൂടുതലായിട്ടൊന്ന് എൻലൈറ്റൻ ആകാനും എക്വിപ്ഡ് ആകാനും ഒക്കെ വേണ്ടിയാണ്. ഞാനൊരു യുവ സുഹൃത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, അത് ബൈബിൾ ദൈവവചനമാണോ, എങ്ങനെ നിങ്ങൾക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുത്തുന്നത് ബൈബിൾ ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ഉള്ളതല്ല. മറ്റൊരാൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും? അത് ഞാൻ നമ്മളൊരു കാല് കുഴിച്ചിട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് കുലുക്കി നോക്കും, ഇത് ഉറച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്ന് കുലുക്കി നോക്കിയതാണ്. അപ്പോൾ അതിപ്പം 2 വർഷമായിട്ടും അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ ബൈബിൾ വിശ്വസിക്കാത്ത ആളാണെന്ന്. അവൻ ബൈബിൾ വിശ്വസിക്കാത്ത ആളാണ്. എനിക്കിപ്പോൾ ഈ വിശ്വാസി വന്ന് ബൈബിൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ 100% ബൈബിൾ ദൈവനിശ്വാസിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇവനിത് പറയുന്നുണ്ട്, ഞാനും ഇവനും പറയുന്നത് കൊണ്ടല്ല ബൈബിൾ ദൈവം. അത് നമ്മൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യിക്കാൻ രീതിയിൽ തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഇയാൾക്ക് പ്രാപ്തിയില്ല. ആ പ്രാപ്തിക്കുറവ് പരസ്യമാക്കപ്പെട്ടു, അയാൾ പരാജയപ്പെട്ടു. അത് പിന്നെ എന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, തോൽവിയുടെ ആഘാതത്തിനുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കുക. അതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പാസ്റ്റർ, ഞാൻ പാസ്റ്ററിനെ ഒരു കത്തോലിക്ക ഒരു ഓർത്തഡോക്സ് ഒരു ഗ്രൂപ്പിൽ പാസ്റ്റർ ഒരു ദിവസം ഞാൻ ക്രിസ്മസ് സൂര്യഭഗവാന്റെ ജന്മദിനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ വന്നിട്ട് കമൻ്റ് ഇടുകയാണ്, യഹോവ സൂര്യനാണ്, ദൈവം സൂര്യനാണ്, സൂര്യൻ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഷിബു പിടിക്കൽ എന്നുള്ളൊരു ഐഡിയയിൽ വന്നിട്ടാണ് പാസ്റ്റർ പറയുന്നത്. അപ്പോൾ ഓർത്തഡോക്സിൽ വെറുതെ പാസ്റ്റർ പറയുന്നു ദൈവം സൂര്യനാണ്, സൂര്യൻ ദൈവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പാസ്റ്റർ ചോദിച്ചു, ദൈവം സൂര്യനാണെന്ന് അല്ലെങ്കിൽ സൂര്യൻ ദൈവമാണെന്ന് ബിന്നി വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം പാസ്റ്റർ അത് വേറെന്തോ ഉദ്ദേശിച്ചിട്ട്, അതെ ദൈവം നീതി സൂര്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വർഷം പാസ്റ്റർ പറഞ്ഞു, അതെ യഹോവ സൂര്യനും പരിചയമാകുന്നു. അപ്പോൾ പലപ്പോഴും തെറ്റി. എനിക്ക് സംഭവം പാസ്റ്റർ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പാസ്റ്റർ എൻ്റെ അതിനകത്തൊരു സൂര്യൻ ദൈവമാണെന്നല്ല ഉദ്ദേശിച്ചത്, അത് വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചത്. പലപ്പോഴും ഇങ്ങനെ വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ രീതിയിൽ ഉത്തരം പറയുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ തുറന്നടിച്ച് പറയുന്നത് കൊണ്ടാണോ പാസ്റ്ററിൻ്റെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും പാസ്റ്ററിൻ്റെ സ്വന്തമായ ചില വീഡിയോകളല്ലാതെ വലിയ പൊതു കൺവെൻഷനുകളിൽ അല്ലെങ്കിൽ പ്രമുഖ പെന്തക്കോസ്ത് സഭകളുടെയൊക്കെ പ്രമുഖ കൺവെൻഷനുകളിൽ നിന്നും പാസ്റ്റർ സംസാരിക്കുന്നതോ പ്രസംഗിക്കുന്നതായൊന്നും തോന്നിയിട്ടില്ല. ഇത് അവരിങ്ങനെ ഒരു അവഗണന ഉണ്ടോ എന്നൊരു തോന്നൽ ഉണ്ട്. അത് ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? അങ്ങനെ അവഗണനയൊന്നുമില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ മിക്ക പെന്തക്കോസ്ത് മെയിൻ ലൈൻ ചർച്ചുകളുടെ ഒക്കെ നേതൃത്വത്തിലിരിക്കുന്നവരായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ കൺവെൻഷനുകളിൽ എന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒഫീഷ്യലി എനിക്കൊരു മെൻറ്റർ, ഞാൻ വിശ്വാസം വന്നപ്പോൾ അങ്ങനെ ഒരു മെൻറ്ററോ ഒന്നുമില്ല. പിന്നെ കൺവെൻഷൻ വിളിക്കാൻ ലോബിയിങ്ങോ ഒന്നും ഞാൻ നടത്താറില്ല. ഇപ്പം അതുകൊണ്ടായിരിക്കും അതിനകത്ത് എനിക്ക് അങ്ങനെ അതല്ല. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ സോഷ്യൽ മാധ്യമങ്ങളിലൊന്നും സജീവമല്ലാത്ത പാസ്റ്റർമാർക്ക് പോലും പല ആൾക്കാരുടെ അടുത്ത് ഷിബു പിടിക്കലിനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പല ആൾക്കാർക്കും അറിയാം. പക്ഷേ ഈ പറഞ്ഞ സഭകളുടെ ഒരു കൺവെൻഷനുകളിലോ ഒന്നും പ്രസംഗിക്കുന്നത് പോലെ പാസ്റ്ററിനെ കണ്ടിട്ടില്ല. പക്ഷേ പാസ്റ്റർ എവിടെയൊക്കെ പ്രസിദ്ധമാണ്, എല്ലാ പാസ്റ്റർമാർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് പ്രാസംഗിക സ്റ്റേജുകളിൽ കാണാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു ചോദ്യം. അത് ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന ഇടയ്ക്ക് ഈ ഓർത്തഡോക്സ് മലങ്കരയിലെ സുറിയാനി സഭക്കാരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തന നിമിത്തം അനേക ആളുകൾ സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് വിശ്വാസി വന്നിട്ടുണ്ട്.
ഇപ്പോഴും ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പ്രസംഗം നിമിത്തം സ്നാനപ്പെട്ട കുറേ ആളുകൾ ഇപ്പോൾ ഈ ദുബായ് വന്നപ്പോൾ തന്നെ അനേകരെ കാണാനിടയായി. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ടേപ്പ് കേട്ടു. ഓക്കെ, ഇപ്പം ഈ ഇൻ്റർനെറ്റ് വന്നപ്പം ഏറ്റവും ആദ്യം ഓൺലൈനിൽ പ്രസംഗം വന്നത് എൻ്റെ പ്രസംഗം, മലയാളം പ്രസംഗം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ വിദേശത്തുള്ള മലയാളികളെല്ലാം ഇത് കേൾക്കാൻ ആശ്രയിക്കുമ്പോൾ കൂടുതൽ എൻ്റെ പ്രസംഗങ്ങൾ അവർ കേട്ടുകൊണ്ട്, അതായത് അവൈലബിൾ ആയിട്ടുള്ള അവർ സുവിശേഷ പ്രചരണത്തിന് ഉപയോഗിച്ച ടൂളായിരുന്നു. ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട്, ഞാൻ അമേരിക്ക അങ്ങനെ അധികം സഭകളിൽ അങ്ങനെ മലയാളി സഭകളിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് അവിടെ പല ആളുകൾ ഓരോരുത്തർ വന്നത്. ഇപ്പം ന്യൂയോർക്കിലുള്ളൊരു ബ്രദർ എന്നെ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് എൻ്റെ ഒരു ടേപ്പ് 3000 കോപ്പി എടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. ഫിലഡൽഫിയയിലൊരു ബ്രദർ പറഞ്ഞു അദ്ദേഹം 1500 കോപ്പി വിതരണം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഈ മലയാളികളുടെ അഡ്രസ്സുകൾ കളക്ട് ചെയ്ത് അതിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളുടെ ഇടയിൽ ഈ ടേപ്പ്, അതായത് ഓർത്തഡോക്സ് സഭയിലെ ചതിക്കുഴികൾ, 7 ഉത്സവങ്ങൾ എന്ന് 2 ടേപ്പ്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ഈ 3 പ്രസംഗം ഓർത്തഡോക്സ് സഭയിലെ ഉപദേശങ്ങളുടെ പൊള്ളത്തരങ്ങളെയൊക്കെ കാണിക്കുന്നത്, അതൊക്കെ വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിലെ കൺവെൻഷനുകൾ, മീറ്റിംഗ്, പിന്നെ ഞാൻ കോളേജ് കുട്ടികളുടെ ഇടയിൽ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ട് മിക്ക സഭയിലും അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അത് അവർ നിമിത്തമാണ് ഇവരെന്നെ അറിയപ്പെടുന്നത്. അത് ഇവരെന്നെ കൺവെൻഷന് വിളിച്ചില്ല, അതിൽ കാര്യമില്ല. അത് അങ്ങനെ തന്നെ ആ ഒരു സഭക്കാരും കൺവെൻഷനൊന്നും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു സഭയുടെ ഒരു എന്നാ പറയുന്നത്, ആ സഭയായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധമൊന്നും എനിക്കില്ല. അല്ല, ഇത് പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കൺവെൻഷനുകളിൽ നമ്മൾ എന്താണ് ഒരു പ്രാസംഗികനെ പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നത്? രോഗശാന്തിയാണോ, ഇനി വചനമാണോ, അല്ലെങ്കിൽ ചില പ്രവചനങ്ങളാണോ? ഇത് ഇങ്ങനെ വല്ല ഒരു ബോധം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് കൺവെൻഷന് വിളിക്കുന്നത് 2 രീതി വിളിക്കും. പിന്നെ ആൾ കൂടാൻ ആരെ കൊണ്ട് ആൾ കൂട്ടാൻ പറ്റുന്നോ അവരെ വിളിക്കും. ഒരു മാർക്കറ്റ് വാല്യൂ നോക്കി വിളിക്കും. പിന്നെ മെയിൻ പ്ലീസിങ്ങിനായിട്ട്, ഇപ്പോൾ ഞാൻ അയാളെ വിളിച്ചാൽ അയാൾ എന്നെ തിരിച്ച് വിളിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ വിളിക്കുന്നുണ്ട്. ഇപ്പം എന്നെ ഒരാൾ കൺവെൻഷൻ വിളിച്ചാൽ എനിക്ക് തിരിച്ച് അയാളെ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, എന്നെ വിളിക്കും. ഇപ്പം പിന്നെ ഒരു 4 സ്ഥലത്ത് പതിവായിട്ട് പോകാൻ വെക്കാമെങ്കിൽ പിന്നെ നാളെ തൊട്ട് വിളിക്കും. കാരണം ഇങ്ങോട്ടും വരാമല്ലോ. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇതിനകത്തുണ്ട്. പക്ഷേ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പല കാര്യങ്ങളിലും നമ്മുടെ വിശ്വാസികൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ കൃപയുടെ സുവിശേഷകർ പ്രസംഗിച്ച കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് ഭാഗം അടർത്തി മാറ്റി വീഡിയോ ആക്കിയും മറ്റു തരത്തിലും അവരെ അവഹേളിക്കുവാൻ വേണ്ടി ബെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പ്രവൃത്തിയിൽ നിന്നുളവായതാണോ കൃപയുടെ സുവിശേഷകർക്കെതിരെ ഈ ഒരു അപകീർത്തികരമായ കമന്റ്, തെറ്റിദ്ധാരണ? അത് അങ്ങനെയല്ല. കാരണം ഈ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ഇട്ടുള്ള ആ പ്രചരണം അല്ലല്ലോ. അവരുടെ ഉപദേശത്തെ ആകമാനം നോക്കിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ നടത്തിയത്. അല്ല, ചെറിയ ക്ലിപ്പുകളെ ഞാൻ ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അതൊക്കെ തെറ്റ്. അത് വ്യക്തിപരമായ വിരോധം തീർക്കാൻ വേണ്ടി ഒരാൾ പ്രസംഗിക്കുന്ന ഒരു മണിക്കൂർ പ്രസംഗിച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് അത് ഈസിക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് ഇനി നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പുതിയ നിയമം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ ആ ഗ്രേസ് പ്രസംഗിക്കുമ്പോൾ തന്നെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആ ഗ്രേസിനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലാതെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അല്ല ഈ രക്ഷ നമുക്ക് തരുന്നത്. ഒരു ഗിഫ്റ്റാണിത്, വളരെ വലിയൊരു ഗിഫ്റ്റ്. വളരെ വലിയൊരു ഗിഫ്റ്റ് ഇപ്പം നമുക്ക് സൗജന്യമായി തരുമ്പം ആ ഗിഫ്റ്റും കൊണ്ട് പോകാൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പം ഞാൻ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഓരോ ഗിഫ്റ്റ് തരികയാണ്, വളരെ വലിയൊരു ഗിഫ്റ്റ് തരികയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ബ്രാൻഡ് ന്യൂ ഒരു iPhone 6 ഞാൻ ബിന്നിക്കൊരു ഗിഫ്റ്റ് തരികയാണ്. പിന്നെ എങ്ങനെ ആയിരിക്കും അത് കൊണ്ടുപോകുന്നത്? ചുമ്മാ ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ട് പോവാം. അപ്പം നമ്മളത് കെയർഫുള്ളായി കൊണ്ടുപോകും. അപ്പോൾ അതുപോലെ കർത്താവ് രക്ഷ എന്ന ഈ സൗജന്യ ദാനം നമുക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. അപ്പോൾ ആ പ്രഷ്യസായ ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്ന ഓരോ ആളും റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായി മാറും. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുന്നില്ലെന്നുള്ളതാണ് ഇവരുടെ അപകടം. അല്ലാതെ ഒരിക്കലും നമ്മുടെ രക്ഷ ഒരു തരത്തിലുള്ള ഹ്യൂമൻ ലേബറുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരു തരത്തിലുമുള്ള ഒരധ്വാനവും രക്ഷയെ കൊണ്ടുവരുന്നില്ല. 100% അത് വിശ്വാസം മൂലം കൃപയാൽ സൗജന്യമായി ലഭിക്കുന്നതാണ്. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത് ബൈ ഗ്രേസ്. അതാണ് വിശ്വാസം. അതാണ് പെന്തക്കോസ്ത് സഭ പഠിപ്പിക്കുന്നത്.
പക്ഷേ അപ്പോൾ തന്നെ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് പ്രീച്ച് ചെയ്യുന്നില്ലെന്നുള്ള അപകടം. കാരണം നമ്മൾ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഇത്തരം വിവാദങ്ങളുകൊണ്ട് ഇപ്പോൾ കൃപ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകമായ ഒരു മനോഭാവത്തിലേക്കാണ് പോകുന്നത്. നമുക്കത് കൃപ എന്ന് പറയാൻ തന്നെ പേടിയാവും. ഇനി എങ്ങനെ ദുരുപദേശനാക്കോ എന്നുള്ള ഒരു പേടിയാണ് ഇത്തരം വീഡിയോ ക്ലിപ്പുകൾ കൊണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കൃപയെപ്പറ്റി പ്രസംഗിക്കാൻ തന്നെ ആളുകൾക്ക് പേടി. അങ്ങനെ ഒരു സ്ഥിതിയായി മാറി. അപ്പോൾ അതിനെ അതിജീവിക്കണം. അതിന് ആർജവമുള്ള നേതൃത്വം ഇന്ന് പെന്തക്കോസ്തിനുണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം. അത് ഈ ദിവസങ്ങളിൽ അതിനെ അതിജീവിക്കും. പിന്നെ ഈ കൃപയുടെ സുവിശേഷകർ എന്ന് പറയുന്ന അവർ ഒരാവേശത്തിൽ, ഇപ്പം അതിൽ പല ആളുകളെയും അവരുടെ പിന്നെ പ്രവർത്തനങ്ങളുടെ പ്രാരംഭകാലം തൊട്ട് എനിക്ക് നേരിട്ടറിയാമെന്ന്. അവരൊക്കെ വളരെ കർത്താവിനോട് നല്ല കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനോട്ടൊക്കെ ഇറങ്ങിയ ആളുകളാണ്. അപ്പോൾ അവരും അവർക്ക് പറ്റിയ ആവേശത്തെ തിരിച്ചറിഞ്ഞ് അവരും ഒന്ന് റെക്ടിഫൈ ചെയ്ത് അല്പം കൂടെ മാറ്റം വരുത്തി ഈ സത്യത്തിൽ അവർ പറയുന്ന ഈ ഗ്രേറ്റ് ട്രൂത്ത് മലയാളി ക്രൈസ്തവ ലോകം ശരിക്കും മനസ്സിലാക്കണ്ടേ. മുമ്പേ ഈ ബി സിസ്റ്റർ പറഞ്ഞ പോലെ ആ ക്രിസ്തുവിലുള്ള നമ്മുടെ അവകാശം, അങ്ങനെയുള്ള ഒത്തിരി ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ആ ഇൻസൈറ്റുകളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അത് ആ ചെറുപ്പക്കാർക്കും ഒക്കെ അത് നന്നായി അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയിരിക്കുന്ന ചെറിയ ആ കുറവുകളെ കൂടെ മാറ്റി അവരും ശരിയായി വരും. ഒരു ശുഭകരമായ ഭാവി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അധികം നാൾ ഇതിങ്ങനെ അങ്ങനെ ഭിന്നതയിലൊന്നും പോകത്തില്ല. ഇത് ശരിയാകുമെന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളുടെ നിർവചനത്തിൽ നമുക്ക് ശാരീരികമായ പാപങ്ങൾ, അല്ലെങ്കിൽ വ്യഭിചാരം, പുകവലി, കള്ളു കുടിക്കുന്ന അതിനെയൊക്കെ മഹാപാപങ്ങളായി കരുതി അതിനെ മാത്രം സഭകളിൽ ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ സഭയുടെ ഉള്ളിൽ തന്നെ, നേതൃത്വ നിരയിൽ തന്നെ ഭിന്നത, അസൂയ, പക, പിണക്കം ഒക്കെ ഇരിക്കുമ്പോഴും ഈ ശാരീരികമായ പാപത്തെ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് മറ്റു പാപങ്ങളെ കവർ ചെയ്ത് പോകുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ഒന്നാമത് അത് ഈ ഓരോ ദേശത്തും ഈ ഓരോ പാപങ്ങളെ ഡൊമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഹൈലൈറ്റ് ചെയ്യുന്നു. അമേരിക്കയിൽ നമ്മൾ പറഞ്ഞാൽ വെള്ളക്കാരുടെ ഇടയിൽ ഒരു വ്യഭിചാരം പാപമായിട്ട് കാണുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ വെള്ളക്കാർക്ക് വ്യഭിചാരം പാപമല്ലെന്നല്ലേ പറഞ്ഞു. പക്ഷേ ഒരു വ്യഭിചാരം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യഭിചാരം ചെയ്ത ഒരാളെ നോക്കുന്നതിലും വളരെ അറപ്പോടെ ഹീനമായിട്ടാണ് ഒരു നുണ പറയുന്ന ആളെ കാണുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരാൾ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സിന്നായിട്ടാണ് ആ വൈറ്റ് കമ്മ്യൂണിറ്റി കാണും. ഒരു ചർച്ചിൽ ചെന്ന ഒരാൾ നുണ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ മിസ്റെപ്രസെൻ്റ് ചെയ്തു, അവർ ഭയങ്കര ഒഫൻസായിട്ട് പാവമായിട്ട് അവർ കാണുന്നത്. പക്ഷേ ഒരു ശാരീരിക ബലഹീനതയിലൊരു വ്യഭിചാരത്തിൽ വീണു ഒരു റിലേഷൻ ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ കൂടെ ഗ്രേസ്ഫുള്ളായിട്ടാണ് നോക്കുകയാണ്. പക്ഷേ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി വന്നു കഴിയുമ്പോൾ സ്റ്റേജിൽ നിന്ന് മൈക്കിൽ കൂടെ തന്നെ നുണ പറയുകയാണ്. നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതാണ് വ്യത്യാസം. അത് നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിലുണ്ടാകുന്ന കമ്മ്യൂണിറ്റിയുടെ വ്യത്യാസമാണ്. അതാ പാപം പാപമാണ്. പിന്നെ ബിബ്ലിക്കൽ സിന്ന് യൂണിവേഴ്സലി ബിബ്ലിക്കൽ സിന്നൻ. പിന്നെ കുറേ സോഷ്യൽ സിന്ന്, പുകവലിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാവമാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി. ഇംഗ്ലീഷുകാർ കുറേ ആളെല്ലാം ഇതിനൊരു പാവമായിട്ട് കാണുന്നില്ല. റഷ്യക്കാരുടെ കാപ്പി കുടിക്കുന്ന പാവം. ഇപ്പം പിന്നെ ഇപ്പോൾ റഷ്യ സൂചിച്ചാട്ടിലേക്ക് പോവാണെങ്കിൽ കാപ്പി കുടിക്കാൻ പാടില്ല. കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ അവിടെ ആരും കാണത്തില്ല. നമ്മുടെ മലയാളികളുടെ പുക വലിക്കുന്നതിന് ഇക്വലൻ്റ് ആയിട്ടാണ് റഷ്യക്കാർ കാപ്പി കുടിയന്മാർ. പിന്നെ കാപ്പി കുടിച്ചിട്ട് പ്രസംഗം ചെന്നാൽ ആരും അവിടെ കാണത്തില്ല. അതാ റഷ്യയിലെ സ്ഥിതി. പക്ഷേ സിഗരറ്റ് വലിക്കുന്നു. സ്പർജൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു, ചാൾസ് സ്പർജൻ. DL മൂഡി സ്പർജനെ കാണാൻ വന്നപ്പം സ്പർജൻ കൈ കൊടുക്കാൻ നീട്ടും മൂടി പറഞ്ഞു, ഈ പുകവലിക്കാരൻ ഞാൻ കൈ തരത്തില്ല. അപ്പോൾ സ്പർജൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഈ ബൈബിളിൽ ഒരിടത്തും പുകവലിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷേ ബൈബിളിൽ 40-ലധികം വാക്യങ്ങൾ അതിഭക്ഷണം ഗുരുതരമായ പാപം എന്ന് പറയുന്നുണ്ട്. DL മൂഡിയുടെ കൊടവേറിനെ സ്പർജൻ ഇടിച്ചു കാണും. DL മൂഡിക്ക് അതിഭക്ഷണം ഉണ്ടായിരുന്നു. ഗ്ലട്ടണി ഈസ് എ ഗ്രേറ്റ് സിൻ. പക്ഷെ നമ്മുടെ പാസ്റ്റർമാർ പലർക്കും കുടവേറുണ്ട്, അതിമിത വണ്ണമുണ്ട്, പക്ഷെ പുക വലിക്കത്തില്ല. നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി അതിഭക്ഷണത്തെ പാവമായിട്ട് കാണുന്നില്ല. പക്ഷെ ബൈബിൾ അതിഭക്ഷണം പാവാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ ഇതെല്ലാം ഒരു റീജനായിട്ട് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇന്റർനാഷണലി എക്സ്പോസ്ഡ് ആയതുകൊണ്ട് കൃപയുടെ സുവിശേഷം പറയുന്നവർ ശാരീരിക പാപവും കൂടി കർത്താവ് ക്രൂശിൽ സഹിച്ചു, അതിനേക്കാൾ ഉപരിയായി മറ്റു പാപങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ അവർ ശ്രമിക്കുന്നില്ലേ? അല്ല, ഈ കേരളത്തിലെ നമ്മുടെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നുള്ളത് ചിന്തിക്കണം. ഹിന്ദുക്കൾ അല്ലെങ്കിൽ വിശ്വാസികളല്ല ഇതര വിഭാഗങ്ങളിൽ അവരുടെ ഇടയിൽ ഇപ്പം
നുണ പറയുന്നതാണോ വ്യഭിചാരം ചെയ്യുന്നതാണോ പാപം കൂടുതൽ? പത്രക്കാർ, മാധ്യമങ്ങൾ നോക്കുക, ഒരു വ്യഭിചാരത്തിൽ ഒരാളെ പിടിച്ച് പത്രത്തിൽ വലിയ വാർത്ത, ഒരാൾ സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞ്, ഇപ്പോൾ ഒരു മന്ത്രി പുക വലിച്ചു, പത്രത്തിൽ ഒരു ഇഷ്യൂ അല്ല. ഒരു മന്ത്രി നുണ പറഞ്ഞല്ലേ, മന്ത്രിക്ക് അസൂയുണ്ട്, പക്ഷെ മന്ത്രി വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കൂടെ നമ്മൾ വിലയിരുത്തണം. അപ്പം ഇത് യേശു എല്ലാ പാപങ്ങളും ക്ഷമിക്കുമെന്നും എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ യേശുവിന് കഴിയുമെന്നും ഉള്ളത് വാസ്തവമാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഈ പാപത്തെ എൻകറേജ് ചെയ്യാതെ നമ്മൾ പറയണം, എല്ലാത്തിനെയും വെള്ളപൂശി വിടാതെ. പറഞ്ഞത് ശരിയാണ്, എല്ലാ പാവങ്ങൾക്കും യേശു മതിയായവനാണ്, എല്ലാ രോഗങ്ങൾക്കും യേശു മതിയായവനാണ്, നിശ്ചയമായിട്ടും അത് ശരിയാണ്. പക്ഷേ ബിന്നി പി ജോൺ ചോദിച്ച ആ ചോദ്യത്തോടനുബന്ധമായിട്ട് ഇവിടെ വിവിധ സഭകളുണ്ട്, വിവിധ പെന്തിക്കോസ് സഭകളുണ്ട്, വിവിധ പേരുകൾ അറിയപ്പെടുന്നു. മേജർ സഭകൾ, സ്വതന്ത്ര സഭകൾ, പേരിലുള്ളതും പേരില്ലാത്തതും നിരവധി സഭകളുണ്ട്. തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര പെന്തിക്കോസ് സഭകൾ ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ സഭകൾക്കെല്ലാം കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിലെന്ന പോലെ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് അവിടെ മത്സരം ഉണ്ടാവും. ഇനി അതിൻ്റെ ആസ്ഥാനം ഇനി മുളക്കുഴ വേണോ, അതോ പാക്കിൽ വേണോ, അതോ കുമ്പനാട്ട് വേണോ, എവിടെയാണെങ്കിലും ഒരു കുടക്കീഴിൽ വരുന്ന ഒരു അനുഭവം, അതാണല്ലേ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതെ, അത് നമ്മളൊരു യൂണിവേഴ്സലിസം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ചർച്ച്, ഒരു കാത്തലിക് ചർച്ച്, അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. പക്ഷേ അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നത്, കാരണം കർത്താവ് ഓരോ സഭയുടെ ആ ഇൻഡിവിജ്വാലിറ്റിയെ ഹോണർ ചെയ്യുന്നുണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം. വെളിപ്പാട് പുസ്തകം നോക്കുമ്പോൾ ഏഷ്യ മൈനറിൽ തന്നെയുള്ള 7 സഭകൾ, ഏഷ്യ മൈനറിൽ ഒരു ചെറിയ സ്ഥലം, അപ്പോൾ അവിടെ തന്നെ 7 സഭകളെ കർത്താവ് ഓരോ സഭയും ഇൻഡിവിജ്വലായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാൽ എല്ലാ സഭയും കൂടെ ഒന്നിച്ച് അങ്ങനെ. അപ്പോൾ ലവോദിക്കയിലെ സഭ, ഫിലഡൽഫിയയിലെ സഭ, സ്മുർണയിലെ സഭ, സാർദീസിലെ സഭ, അത് ഓരോ സഭയ്ക്കും വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഓരോ സഭയുടെ ഡിസ്ക്രിപ്ഷൻ വ്യത്യസ്തമായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ പാക്കിലെ സഭ, മുളക്കുഴയിലെ സഭ, പൊന്നൂരിലെ സഭ, അത് കർത്താവിന് പ്രശ്നമല്ല, അത് നമുക്കാണ് പ്രശ്നം. അത് ഒരിടേനും എഴുത്തൊഴുത്തും കർത്താവ് വരും ബാക്കിക്കൊള്ളും. കാരണം രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് അങ്ങനെ തന്നെ പോട്ടെ, നല്ലത്. ശരി ശരി. പക്ഷേ കേരള ബെന്തിക്കോസ് സഭകളിൽ നിയമമനുസരിച്ച് ആഭരണമിട്ടവർക്ക് തിരുവത്താഴം കൊടുക്കാൻ പാടില്ല, സ്നാനം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. പാസ്റ്റർ എന്താണ് പറയുന്നത്? സ്വർഗത്തിൽ പോകാൻ ആഭരണമില്ലാത്ത ബെന്തിക്കോസുകാർ മാത്രമേ കാണത്തുള്ളൂ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ സ്വർഗത്തിൽ പെന്തക്കോസുകാർ മാത്രമേ പോകത്തുള്ളൂ അങ്ങനെ ചോദിച്ചാൽ, ഈ പെന്തക്കോസിനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു യേശുവുമായിട്ടുള്ള ഒരു ലൈവ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ഒരു ആളെ എക്യുപ്പ് ചെയ്യാൻ കഴിഞ്ഞ തലമുറയിൽ ഈ പെന്തക്കോസ് ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ചർച്ചുകൾക്ക് ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ 2 കതിന പൊട്ടിച്ചിട്ട് പോരാ, അല്ലെങ്കിൽ ഒരു കോഴിയെ വെട്ടിച്ച് പോരാ, അല്ലെങ്കിൽ ഒരു തേങ്ങാക്കൊല അവിടെ വെച്ചിട്ട് പോരാ. ഇങ്ങനെയൊക്കെയുള്ള പള്ളികളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുക, പരിശുദ്ധാത്മാവിലുള്ള ആരാധന, ഇതൊക്കെ ഓഫർ ചെയ്തിരുന്നത് പെന്തക്കോസ് സഭകൾ മാത്രമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു കുത്തക എന്ന് വേണേൽ പറയാം. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകുന്നത് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഒരാൾക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ആത്മാവിൽ നിറവുള്ളൊരു ജീവിതം നയിക്കാൻ അയാളെ എക്യുപ്പ് ചെയ്യുന്ന പെന്തക്കോസ് സഭകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇന്നും മറ്റ് സഭകളും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് അതുകൊണ്ടാണ് പെന്തക്കോസ് സഭകൾ ആണ് രക്ഷയുടെ ഒരു മാധ്യമമെന്ന് ഒരു ചിന്തയുണ്ടായത്. ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, യേശുവുമായിട്ട് വ്യക്തിപരമായി ഒരു ലൈവ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും. അതിനകത്ത് ഇപ്പോൾ ആഭരണം ഇട്ടോ കളറുള്ള ഉടുപ്പിട്ടോ അതുമായിട്ടൊന്നും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബസ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. ഏകദേശം 2 വർഷത്തോളമായി മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങിയിട്ട് വിർച്വൽ ലോകത്ത് അല്ലെങ്കിൽ പെന്തക്കോസിൻ്റെ മാത്രമായി ഉള്ള ഒരു ഗ്രൂപ്പായി ആദ്യമായി തുടങ്ങിയ ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നു. സഹോദരൻ ജിബു ജേക്കബ് എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 4 സഹോദരങ്ങൾ ഇതിൻ്റെ അമരത്ത് പ്രവർത്തിക്കുന്നു. ബോൾഡിൻ മൈക്കിൾ, സൗദിയിലായിരിക്കുന്ന ബോൾഡിൻ മൈക്കിൾ പുലിമ്പറമ്പിൽ, പിന്നെ ദുബൈയിലായിരിക്കുന്ന ബ്രദർ ലാലു വർഗീസ്, പിന്നെ നാട്ടിലായിരിക്കുന്ന ബ്രദർ സജി കാവളിയിൽ. എനിക്ക് തോന്നുന്നു ജിബു ബ്രദർ ആസ്ട്രേലിയയിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ ശക്തമായ നേതൃത്വത്തിൽ വളരെയധികം പ്രതികൂലങ്ങളുടെ നടുവിലൂടെ വളർച്ചയുടെ പാതയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കൃപയുടെ ഈ ദുരുപദേശം വന്ന സമയത്ത് ശക്തമായി എതിർത്ത ഒരു ഗ്രൂപ്പാണ് മലയാളി പെന്തക്കോസ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ടും അവർ
ഈ കൃപയുടെ സന്ദേശത്തെ, വികലമാക്കപ്പെട്ട സന്ദേശത്തെ എതിർത്തിട്ടും കൃപയുടെ യഥാർത്ഥ സന്ദേശം എന്തെന്ന് ജനങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഈ ഗ്രൂപ്പ് ദുരുപദേശകരാണെന്ന് മുദ്രകുത്തി തള്ളുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതിൻ്റെ വെളിച്ചത്തിൽ വളരെയധികം മോശമായ നിലകളിൽ ഇതിൻ്റെ അഡ്മിനൊക്കെയും പരാമർശിക്കപ്പെട്ടു. അവരുടെ കുടുംബങ്ങളെ പോലും മോശമായ നിലകളിൽ കരിവാരി തേക്കുന്ന നിലകളിലൊക്കെ അഭിപ്രായങ്ങൾ പെന്തക്കോസ്ത് ഗോളത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്നുവെങ്കിലും ശക്തമായി അവർക്ക് പിന്താങ്ങൽ കൊടുക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാർ അതിൻ്റെ പുറകിലുണ്ട്. അതും ആ ഗ്രൂപ്പിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ ഒരു ഉത്തമ ഉദാഹരണമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗ്രൂപ്പ് നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസം ഉയർത്തുന്ന തലത്തിൽ മുമ്പോട്ട് വരുമ്പോൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 21,000-ൽ പരം അംഗങ്ങളുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ഈ വളർച്ചയുടെ പാതയിൽ, പെന്തക്കോസ്ത് വളർച്ചയുടെ പാതയിൽ ഈ ഗ്രൂപ്പിന് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഈ സഹോദരന്മാരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പെന്തക്കോസ്ത് സഭയെ ഒന്നുകൂടെ ഉദ്ധരിക്കുന്നതിൽ സഹായമായ നിലയിൽ പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിശ്ചയമായ ഒരു സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകൾക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡൽഹിയിൽ ആ ബസ്സിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി, അത് കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ വലിയ ജനരോഷവും ആ ജനമുന്നേറ്റവും എല്ലാം സോഷ്യൽ മീഡിയ നിമിത്തമാണല്ലോ. ലക്ഷത്തിൽ പല ആളുകൾ തെരുവിലിറങ്ങുക, ഗവൺമെൻറ് പോലും നിശ്ചലമായി പോയി. പിന്നെ ഈ അറബ് രാജ്യങ്ങളിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് ചില രാജ്യങ്ങളിൽ ഭരണമാറ്റം വരെ ഉണ്ടാക്കാൻ ഈ സോഷ്യൽ മീഡിയ കഴിഞ്ഞു. അപ്പോൾ ആ വലിയ അറബ് രാജ്യങ്ങളെയും ഡൽഹി ഭരണകൂടത്തെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മലയാളി പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ അതിനെ നവീകരിക്കാനും രൂപാന്തരപ്പെടുത്താനും ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് സാധിക്കും. പിന്നെ കാറ്റതിന്മേൽ അടിക്കണം, അപ്പോൾ അത് ജീവനുള്ളതായിത്തീരും. ഇപ്പോൾ ഈ MBFTയെ സംബന്ധിച്ച് വെറുതെ എവിടെയെങ്കിലും ഒരു കസേരയുടെ സുഖസൗകര്യം തീരുന്ന എന്തെങ്കിലും എഴുതി വിടുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പുറത്തിറങ്ങി കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ, ചില ആളുകളെ സഹായിക്കാൻ, എൻ്റെ അറിവ് ശരിയാണ്, ചില സുവിശേഷന്മാരെ സാമ്പത്തികമായി സഹായിക്കാൻ, ചില വിവാഹ സഹായം, വീട് വെച്ച് കൊടുക്കുക, രോഗികളെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ വിർച്വൽ വേർഡിനപ്പുറത്ത് റിയലി ഉള്ള കൂട്ടായ്മകൾ, ഇപ്പം നമ്മൾ ഇതുപോലെയല്ല, നിങ്ങൾ പല സ്ഥലത്ത് കൂട്ടായ്മകളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു ഭാവിയുണ്ട്. ഇതിൻ്റെ അഡ്മിൻസും ഒക്കെ വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നല്ല ഭാവിയുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സമയം നമുക്ക് ഏകദേശം അടുത്തായിരിക്കുന്നു. ഇത്രയും സമയം പാസ്റ്റർ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനിടയായി തീർന്നു. അതിന് MPFTയുടെ പേരിലുള്ള MPFT കുടുംബത്തിൻ്റെ നന്ദി പാസ്റ്ററിനെ അറിയിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ല പ്രേക്ഷകർക്കും MPFT കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.